CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതെ, അഡ്രിയാൻ ലൂണയെ കുറിച്ചുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ജീക്സൺ സിംഗിനെ കുറിച്ചും ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. നമുക്കറിയാം, പരിക്ക് പറ്റിക്കൊണ്ട് താരം കുറേയധികം മത്സരങ്ങൾ നഷ്ടമായിക്കൊണ്ട് പുറത്തായിരുന്നു. പക്ഷെ നിലവിൽ ഏതായാലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഏതായാലും നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൂണയുടെ റീഹാബ് ഒക്കെ അവസാനിച്ചു എന്നാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരത്തിൽ മിക്കവാറും ലൂണയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും നാളെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ട്രെയിനിങ് എല്ലാം വീണ്ടും പുനരാരംഭിച്ചേക്കുക. ഏതായാലും നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ലൂണ പന്തുമായി ട്രെയിനിങ്ങിന് ഇറങ്ങാൻ പോകുന്നത്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നമുക്ക് ലൂണയും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മധ്യനിര സൂപ്പർ താരമായ ജീക്സൺ സിംഗിനെ കുറിച്ചാണ്. കരാറിന്റെ അവസാന നാളുകളിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളടിയന്തം ദിമിത്രിയോസ് ഡയമൻഡോസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയിലാണ് നിലവിൽ ആരാധകരെല്ലാവരും. ഏതായാലും നിലവിൽ ഇപ്പോൾ ദിമിക്ക് പിന്നാലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യുവ മിഡ്ഫീൽഡറായ ജീക്സൺ സിംഗിനെ ഓർത്താണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരമാണ് ജീക്സൺ സിംഗ്. 2019 മുതൽ തന്നെ താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുണ്ട്. ഇതുവരെ ആയിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 83 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. നിലവിൽ ഏതായാലും 2025 വരെ നീളുന്ന ഒരു കരാർ ബ്ലാസ്റ്റേഴ്സിൽ താരത്തിനുണ്ട്. ഈ ഒരു കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ താരവുമായി ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന കരാർ പുതുക്കൽ ചർച്ച അത്ര സുഖകരമല്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് IFTWCയുടെ റൈറ്ററായ റെജിനാണ്. അദ്ദേഹം എക്സിൽ ട്വീറ്റായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഇപ്രകാരം: ജീക്സൺ സിംഗുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നടത്തുന്ന കരാർ പുതുക്കൽ ചർച്ചകളിൽ സ്ഥിരീകരണമൊന്നുമില്ല എന്നും ഈ കാര്യത്തിൽ ചില സങ്കീർണതകൾ ഉണ്ടെന്നുമാണ് അദ്ദേഹം ട്വീറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ ബ്ലാസ്റ്റേഴ്സിൽ ജീക്സൺ സിംഗിന്റെ കാര്യത്തിലും ആരാധകർക്ക് ആശങ്ക ഏറുകയാണ്. ഏതായാലും ജീക്സൺ സിംഗിനെ പോലുള്ള സൂപ്പർ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാക്കുക. ഇതുകൂടാതെ നിലവിൽ ക്വാമി പെപ്രയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ക്വാമി പെപ്ര എന്നൊരു ഗാന സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും പരിക്കുപറ്റി പുറത്തായതായിരുന്നു. ഏതായാലും നിലവിൽ ക്വാമി പെപ്രയുടെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള തന്റെ കോൺട്രാക്ട് താരം തന്നെ ടെർമിനേറ്റ് ചെയ്തു എന്നാണ്. ഏതായാലും അടുത്ത സീസണിൽ ചിലപ്പോൾ മാത്രമേ നമുക്ക് ക്വാമി പെപ്ര ഇനി ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഏതായാലും താരം തന്റെ നാടായ ഗാനയിലാണ്. അവിടെ വെച്ചാണ് റിഹാബിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.